സ്വാഗതം ഡെന്നി സർ. നമസ്കാരം സാർ, നമുക്കിപ്പോൾ ഒരു വീട്ടിൽ പൊതുവേ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ വസ്തുവിൻ്റെ കറക്റ്റ് അളവായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ വീട് വയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പം പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ശരിയാണ്, പൊളിക്കാതെ എങ്ങനെ ശരിയാക്കണം നോക്കുക. അപ്പം നമ്മൾ നോക്കുന്ന ഒരു കാര്യം, ഫെങ്ഷുയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം എന്നാണ് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു വാസ്തുവിൽ ഉണ്ടാകുന്ന കുറവുകൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ ഒരു ഫെങ്ഷുയിൽ കൂടി? അല്ല, ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവും ഫെങ്ഷുയും തമ്മിൽ ഒരുപാട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം അപ്ലൈ ചെയ്യുന്ന രീതികൾ ഒരുപാട് വ്യത്യാസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടുണ്ടോ, മതിൽ പോലും കെട്ടാൻ സ്പേസ് കാണില്ല, ഒട്ടും നമുക്ക് സ്ഥലമില്ല. അപ്പം ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു മതിൽ മസ്റ്റാണ്, മതിൽ കെട്ടിയേ പറ്റത്തുള്ളൂ. മതിൽ കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് വീടിനകത്തോട്ട് കയറി വരും എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മളൊരു കിണർ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കുഴിച്ചു, അവിടെ മതിലില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരൻ കൊണ്ടുവന്നിട്ട് അയാളുടെ കിടക്കയുടെ ഭാഗത്ത് വെക്കുമ്പോൾ നമ്മുടെ തെക്കയുടെ കരികി വരുന്നു. അപ്പോൾ അത് നമുക്ക് ദോഷമാണ്. അപ്പോൾ ഒരു മതിൽ കെട്ടിയെങ്കിൽ മാത്രമേ അതിനകത്ത് ആ വാസ്തുവിൻ്റെ ബലം ആ പ്ലോട്ടിൽ കൂടുകയും ചെയ്യൂ. വീടിന് വെളിയിലുള്ള നെഗറ്റീവ് ഒന്നും വീടിനകത്തോട്ട് കയറില്ല എന്ന് പറയുമ്പോൾ പ്ലോട്ട് സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവരെ വളരെയധികം കുഴയ്ക്കും. കാരണം ചില മതിൽ കെട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഫെങ്ഷു ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മതിൽ കെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ അതിൻ്റെ എലമെൻസുകളുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറച്ച് എലമെൻസുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഏത് സ്ഥാനത്ത് പ്ലേസ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ചില ഫ്ലാറ്റുകൾ. ഇപ്പോൾ എപ്പോഴും നമുക്ക് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലാറ്റുകൾ ചെയ്യാൻ പ്രയാസമാണ്. അപ്പം നമ്മളത് ആരാണോ ആ ഫ്ലാറ്റ് എടുക്കുന്നത് അവരുടെ ജാതകം അനുസരിച്ച് നമുക്ക് ആ ഫ്ലാറ്റിനകത്ത് നമുക്ക് എനർജി ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തൊഴിൽ മേഖലയും കുട്ടികളുടെ പോർഷനും ദാമ്പത്യത്തിൻ്റെ ഭാഗവും പ്രോസ്പെരിറ്റി ഇതെല്ലാം നമുക്ക് എനർജി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ചില വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വെട്ടമേ കാണത്തില്ല. കാരണം കാറ്റും വെളിച്ചമൊന്നും കിട്ടാതെ ജനലൊന്നും കാണില്ല. കാരണം എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് നമുക്കൊരു എനർജി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെങ്ഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില ബെല്ലുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ബെല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, ഫെങ്ഷയുടെ കുറേ ബെല്ലുകളില്ലേ. അപ്പോൾ അത് നമ്മളതിൽ മുട്ടിക്കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് 4 സൈഡിലോട്ട് സ്പ്രെഡ് ആവുമല്ലോ. നമ്മുടെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിൻ്റെ നടുക്ക് നമ്മളൊരു കല്ലെടുത്തിടുന്ന അവസ്ഥയാണ്, ഒരു ഓളം തള്ളില്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനർജി ഫ്ലോ കറക്റ്റ് ആവും. ചിലപ്പം പ്ലാന്റുകൾ അത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിൽ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ആ വീടെല്ലാം ഇടിച്ച് പൊളിച്ച് ചെയ്യേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പൊളിച്ചുപണിയും കൂടാതെ ഫെങ്ഷുയിൽ കൂടി വീടിനകം എനർജി സ്റ്റേജ് ചെയ്യാൻ പറ്റും. ഈ ഫെങ്ഷു ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ചെയ്തു എന്നുള്ളതല്ല. ആക്ച്വലി ഫെങ്ഷു ചെയ്ത് ഒരു 20 ദിവസത്തിന് അവർക്ക് അതിൻ്റെ ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം നമ്മളെപ്പോൾ അതിനകത്ത് എലമെൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അന്നേരം തൊട്ട് അവർക്കൊരു മാറ്റം ഫീൽ ചെയ്യും. ഒരു ചാർജായി പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു 20 ദിവസം എടുക്കുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഫെങ്ഷു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഈ ഫെങ്ഷുയ്ക്കകത്ത് എലമെൻറ്റുകൾ വെക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ്. കാരണം എലമെൻസുകൾ കുറേ അതല്ല. ആക്ച്വലി ഇത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പഞ്ചഭൂതങ്ങളെയാണ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് വെള്ളത്തിനെയാണ്, വാട്ടർ കണ്ടൻസ് ആണ് കൊടുക്കുക. ഫയറിൻ്റെ ഏരിയയിൽ ഫയറിന് അതിൻ്റെ മൂലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പം മണ്ണിൻ്റെ സ്ഥലമാണെങ്കിൽ അവിടെ മണ്ണായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അത് പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനമായിരിക്കണം. അതിൻ്റെ അതൊരു വിശേഷമല്ല, നമ്മൾ ഓരോ മുറിയും നമ്മൾ അളന്ന ശേഷം മാത്രമേ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. കാരണം ദിശ കൃത്യമാവണം. ഇപ്പം നമ്മുടെ വീടിൻ്റെ വെളിയിൽ നടക്കുമ്പോൾ നമുക്ക് ഒരു ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗം കുറച്ചുകൂടി ഏരിയ കിട്ടും. ഓരോ ബെഡ്റൂം വരുമ്പോൾ തീരെ കുറവായിരിക്കും. അപ്പം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവർക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ അല്ലാതെ ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ അങ്ങനെ ഒരുപാട് താമസമൊന്നുമില്ല. എപ്പോൾ അപ്ലൈ ചെയ്യുന്നു അന്നേരം തൊട്ട് എൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യും. ഒരു 20 ദിവസം കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടെ നല്ല പോസിറ്റീവ് വൈബ് കിട്ടും. കാരണം നമുക്ക് ചില ചേഞ്ചുകളും. അപ്പോൾ ഇതെന്താ പറയുക, നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തൊഴിൽ ഭാഗത്ത് വേണ്ടിയായിരിക്കും നമ്മൾ തൊഴിൽ വേണ്ടിയായിരിക്കും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ദാമ്പത്യത്തിൻ്റെ വിഷയമാണെങ്കിൽ ദാമ്പത്യത്തിൻ്റെ വിഷയത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പവർ അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിൽ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ബാംഗ്ലൂർ, അപ്പം എറണാകുളം പോലുള്ള സിറ്റികൾ, തിരുവനന്തപുരം പോലുള്ള സിറ്റികൾ, ഫ്ലാറ്റുകൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്തൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം വാതിലിൻ്റെ സ്ഥാനം മാറിപ്പോയി അല്ലെങ്കിൽ വാതിൽ പൊളിച്ച് മാറ്റണം എന്ന് പറയുമ്പോൾ ഫെങ്ഷു അനുസരിച്ച് നമുക്കവിടെ എലമെൻസുകളൊക്കെ വെച്ചിട്ട് ചില എംബ്ലങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കയറി വരുന്ന എനർജിയും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഫെങ്ഷു വെച്ചിട്ട് നമുക്ക് ഒരു പൊളിച്ചു പണി ഇല്ലാതെ വീടിനകം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആര് താമസിച്ചാലും അവർക്ക് ഐശ്വര്യം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മുന്നോട്ട്.